ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു ചോദിക്കുകയാണ്. ഒരു വാദത്തിനോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ലിസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ സാറ് പറഞ്ഞ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ജോളിക്കൂടത്തായി കേസ് പറഞ്ഞു, നരബലി കേസ് പറഞ്ഞു, വന്ദനാദാസിന്റെ സംഭവം പറഞ്ഞു, 6 പേരെ ആലുവ കൊലക്കേസിന്റെ കാര്യം പറഞ്ഞു. ഇവിടെയെല്ലാം പ്രതികൾ എന്ന് സൊസൈറ്റി അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ കണ്ടുനിന്ന സാക്ഷികളൊക്കെ മുദ്ര കുത്തിയ ആൾക്കാർക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഇൻ യുവർ ലൈഫ് ആസ് എ ലോയർ, ഒരു സക്സസ്ഫുൾ മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇത്തരം നിരന്തരം കേസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, വാർത്തകളിൽ ഇടം പിടിക്കുന്നു, അഭിമുഖങ്ങൾ കൊടുക്കുന്നു, അങ്ങനെയായിരിക്കാം. അറ്റ് ദി നൈറ്റ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആർ യു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്? ഓർ എന്താ പറയാ, ഒരു മനുഷ്യൻ, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം സത്യമാണ്. ആസ് എ ലോയർ, ആസ് എ ഡിഫൻസ് ലോയർ, കാരണം മൊത്തം 1,00,000 അഭിഭാഷകരുണ്ടെങ്കിൽ ആ അഭിഭാഷകരിൽ ഒരു 20% മാത്രമേ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്നുള്ളൂ. ബാക്കി ഒരു 80% ഡിഫൻസിനാണ്. അപ്പോൾ നമ്മൾ ആ ഡിഫൻസ് മേഖലയിൽ നിൽക്കുമ്പോൾ താങ്കളുടെ ഈ ചോദ്യത്തിന് അക്കോർഡിംഗ് ടു മീ പ്രസക്തിയില്ല. പക്ഷേ പ്രശസ്തി